അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ ഡയറക്റ്റ് BJP ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്യുക. എന്തുകൊണ്ട് BJP ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല? അവർ ചോദിക്കുകയാണ്. ആലോചിക്കുക, BJPയുടെയാണ് മുഖ്യമന്ത്രി ആസാമില്. അദ്ദേഹം ഈ പറയുന്ന റിപ്പബ്ലിക്കിന്റെ ആസാമീസ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക ഇത്. 2030 കൂടി ആസാമിലെ 40% മുസ്ലിങ്ങൾ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ വരും. പിന്നീട് ആസാം സ്റ്റേറ്റ് അവർ പിടിച്ചെടുക്കും ഇലക്ഷനിൽ കൂടെ തന്നെ. അദ്ദേഹം ആ പറഞ്ഞതിനേക്കാളും വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ഈ ചിക്കൻ കോറിഡോർ ഉണ്ട്, 22 കിലോമീറ്റർ, അതായത് ബംഗ്ലാദേശാണ് ഇപ്പുറത്ത്. അതിൻ്റെ ചുറ്റുവട്ടം മുഴുവനും ഏകദേശം 4.5 ലക്ഷം പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന കോറിഡോറുമായിട്ടോ ആ പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളാണ്. ബംഗ്ലാദേശിൽ നിന്നും വന്ന അവരുടെ ഇടയ്ക്ക് മുഴുവനും ഇന്ത്യ വിരുദ്ധ റാഡിക്കൽ ഇസ്ലാമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ 2025 തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നു ആസാം ഗവൺമെന്റിനോട് അവിടെ ഒരു കന്റോൺമെന്റ് വരണം. അതായത് ചിക്കൻ നെക്കുമായിട്ട് ചേർന്ന് മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ളവരും വേറൊരു കന്റോൺമെന്റ് വരണം, എപ്പോഴും മോണിറ്റർ ചെയ്യാൻ. ആസാം ഗവൺമെന്റ് അതിന് സ്ഥലം കൊടുത്തു. മനസ്സിലാക്കുക, ആസാം മുഖ്യമന്ത്രി പറയുന്ന എൻ്റെ അല്ല സ്റ്റേറ്റ്മെന്റ്, അതിന് ചുറ്റും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്, വളരെ പ്രയാസമായിരിക്കും വരാനുള്ള സമയം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗവൺമെന്റിന്റെ ചില ഫോർകാസ്റ്റ് ഉണ്ട്. ആ ഫോർകാസ്റ്റിൽ പറ്റിയ അബദ്ധമാണ് ഈ ചിക്കൻ നെക്ക് ഇത്രമാത്രം വഷളായി. അതിന് മോദി ഗവൺമെന്റ് മാത്രമൊന്നുമല്ല, നേരത്തെ ഇന്ത്യ ഭരിച്ചവർ പോലും ഇത് കാര്യമായിട്ട് എടുത്തില്ല. അത് കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായത്. അവിടെ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഡി ഫാക്ടോ പ്രൈം മിനിസ്റ്റർ അഹമ്മദ് യൂനിസ് അദ്ദേഹം ചിക്കൻ നെക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അത് ആ ചിക്കൻ നെക്ക് ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ മേളിൽ ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് 4-5 മാസം മുമ്പ്. അവിടെയുള്ള ബംഗ്ലാദേശിലുള്ള എല്ലാ പൊളിറ്റീഷ്യൻസും ചിക്കൻ നെക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്, അത് പിടിച്ചെടുക്കണം.